കോട്ടയം ജില്ലയിൽ പാലാ ഭരണങ്ങാനത്തിന് സമീപം ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ കേരള സ്റ്റൈലുള്ള റൂഫ് ചെയ്ത നല്ല അടിപൊളി വീട് ഇവിടെ വിൽപ്പനയ്ക്ക്. ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആണ്. 69 ലക്ഷം രൂപ ചോദിക്കുന്നു. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ മേഖല, നല്ല വീടുകളൊക്കെ അടുത്തുള്ള മേഖല, എന്നാൽ വില്ല പോലെയുള്ള ഒരു സെറ്റപ്പ് ആഗ്രഹിക്കാത്തവർക്ക് പറ്റിയൊരു മേഖല എന്നുകൂടി പറയാം. അങ്ങനെയുള്ള നല്ല ഒരു അച്ചായന്മാര് താമസിക്കുന്ന ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഇതുപോലൊരു വീട് സ്വന്തമാക്കിയാലോ. ഹൈവേ എന്ന് പറയുമ്പോൾ 600 മീറ്ററേ ഉള്ളൂ. കടകള് എന്ന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ലഭിക്കുന്ന ബസ് സ്റ്റോപ്പുമായിട്ട് 600 അല്ല 300 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ 300 മീറ്റർ ദൂരത്തിൽ ലഭിക്കുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇത് മീനച്ചിൽ ഹോംസ്. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാല ഭരണങ്ങാനത്തിന് സമീപത്താണ്. നല്ല മുറ്റം കണ്ട് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾക്ക് നല്ല ബാങ്കിൾ സ്റ്റോണൊക്കെ ഇട്ട് നല്ല പബിൾസൊക്കെ ഇട്ടിരിക്കുന്ന നല്ല മുറ്റം കാണാം. വീടിൻ്റെ ഫ്രണ്ട് ഭാഗം ടാർ ചെയ്യാനായിട്ടുള്ളതാണ്. റോഡ് ടാർ ചെയ്ത് തരുന്നതാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികൾ കംപ്ലീറ്റ് തേക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് തേക്ക് കൊണ്ടാണ്. അകത്തെ ഡോറുകളെല്ലാം തേക്കാണ്. അകത്തെ കബോർഡ് വർക്കുകളെല്ലാം തേക്കാണ്. നല്ല ഒരു ഫ്രണ്ട് ഡോറ്, ഡബിൾ പാളി ഡോറ് തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചു. നല്ല ഒരു സ്വീകരണ മുറി നമുക്കിവിടെ കാണാൻ. കർട്ടൻ സഹിതം, അത് ഹോളും ഡൈനിങ്ങും മാത്രമല്ല ബെഡ്റൂമുകൾ സഹിതം മുഴുവൻ കർട്ടനോട് കൂടിയാണ് കൊടുക്കുക. മുഴുവൻ കർട്ടൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് കിടക്കാം. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള്, വാഷ് ഏരിയ, അതുപോലെ TV യൂണിറ്റിൻ്റെ പോയിൻ്റ്, ഇതെല്ലാം നമുക്കിവിടെ കാണാം. ചോദിക്കുന്ന വില 69 ലക്ഷം രൂപ മാത്രമാണ്. അത് നെഗോഷ്യബിൾ ആയിട്ടുള്ള പ്രൈസ് കൂടിയാണ്. നമുക്ക് നേരെ കർട്ടൻ കാണാം. കർട്ടൻ്റെ സംവിധാനത്തോടു കൂടി തന്നെയാണ് ഈ വീട് കൊടുത്തിരിക്കുക. ഡൈനിങ് ഹാളിൽ നിന്നും ഉള്ള ഒരു ഡൈനിങ് ഹാളിൻ്റെ ഒരു വലിപ്പം ആണ് നമ്മളിവിടെ കാണുക. ഇവിടെ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചൺ നല്ല കബോർഡ് വർക്കുകളാൽ അലങ്കൃതമായ തേക്കൻ തടി കൊണ്ട് തന്നെ ചെയ്തിരിക്കുന്ന നല്ല കിച്ചൺ വർക്കുകളാണ് നമ്മളിവിടെ കാണുക. ഇവിടെ നമ്മൾ നല്ല ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, അതുപോലെ തന്നെ സ്റ്റൗ വെക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ്, ഇങ്ങനെയെല്ലാം ഈ കിച്ചണിൻ്റെയും വർക്ക് ഏരിയയുടെയും ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മനോഹരമായൊരു കിച്ചൺ. ഒരു വീടിൻ്റെ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും കൂടുതലായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട കിച്ചണാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. മറ്റൊരു കാര്യം കൂടി, നല്ല അയൽവാസികളാണ് തൊട്ടടുത്തുള്ള. ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ ദൂരം മാത്രമേ ഈ വീടിനുള്ളൂ. അപ്പോൾ ഈ 300 മീറ്റർ ദൂരം നടന്നു പോയി ബസ്സിൽ കയറുവാനും നടന്ന് കടയിൽ പോയി സാധനം മേടിക്കുവാനൊക്കെ ഈസി ആയിട്ട് പറ്റുന്ന രീതിയിലുള്ള നല്ല ഒരു എന്താ പറയുക, നല്ലൊരു ഹൈവേയുമായിട്ടുള്ള ദൂരം അത്രയ്ക്ക് കുറഞ്ഞ ദൂരം മാത്രമാണ്. അവിടുന്ന് നമ്മൾ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 3 ബെഡ്റൂമുണ്ട്. 3ഉം അറ്റാച്ച്ഡ് ആണ്. എല്ലാ ബെഡ്റൂമിലും AC പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ എല്ലാ ടോയ്ലറ്റിലും വന്നിട്ടുണ്ട്. എക്സോസ് ഫാന്, ഷവറ്, അതുപോലെ തന്നെ ചൂടുവെള്ളത്തിനുള്ള പൈപ്പ് ലൈന്, അങ്ങനെയൊക്കെ ഉള്ള എല്ലാ മെറ്റീരിയലുകളും കൂടി, എല്ലാ ഫിറ്റിങ്ങുകളും കൂടിയാണ് നമുക്ക് വീട് ലഭിക്കുക. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. 3 ബെഡ്റൂം, 3ഉം അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. ഇവിടെയാണ് വാഷ് ഏരിയയുടെ പോയിന്റ് വന്നിരിക്കുക.
TV യൂണിറ്റിൻ്റെ പോയിൻറ്റും ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുക. TV യൂണിറ്റിൻ്റേതായ വർക്കുകളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി എടുത്തിരിക്കുന്നു. മൊത്തം തടി കൊണ്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിവിടുന്ന് പാലാ ടൗണിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 6 കിലോമീറ്ററും അതുപോലെ തന്നെ ഈരാറ്റുപേട്ടയിലേക്കുള്ള ദൂരം ഏകദേശം ഒരു 4 കിലോമീറ്ററും ആണ്. ഇവിടുന്ന് പൈക അല്ലെങ്കിൽ തൊടുപുഴ റോഡ്, പ്രവിത്താനം, കൊല്ലപ്പള്ളി മേഖലകളിലേക്കൊക്കെ പോകുവാൻ എളുപ്പമാണ്. ഭരണങ്ങാനം പള്ളിയിലേക്ക് പോകുവാനായിട്ട് എളുപ്പമുള്ള റോഡാണ്. ഭരണങ്ങാനം ടൗണിലേക്കൊക്കെ പോകാം. ഈ പോകുന്ന ഭരണങ്ങാനം ഏരിയ എന്ന് പറയുന്നത് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗവും ഒക്കെ ഇഷ്ടംപോലെ കടകൾ, ഹോട്ടലുകൾ, ബേക്കറികൾ, അതുപോലെ തന്നെ പലചരക്ക് കടകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്ന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും ഉള്ള നല്ലൊരു ലൊക്കേഷനോട് കൂടിയാണ് നമ്മൾ ഈ വീടിൻ്റെ നിന്ന് നമ്മൾ ടൗണിലേക്ക് പോവുക. മെയിൻ റോഡിലേക്ക് 300 മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഈ 300 മീറ്റർ ദൂരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സ്കൂൾ ബസ്സുകളെല്ലാം ഇവിടെ തൊട്ടടുത്ത് വരെ വരുന്നതാണ്. അതുകൊണ്ട് സ്കൂളിൽ പിള്ളേരെ വിടാനായിട്ട് ഇവിടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നിന്നാൽ മതി. ബസ് വന്നു കഴിഞ്ഞാൽ ഒരു വീടിനപ്പുറം സ്കൂൾ ബസ്സുകളെല്ലാം വരുന്നതാണ്. അത് ഭരണങ്ങാനം സ്കൂളുകളായിക്കോട്ടെ, പാലായിലെ സ്കൂൾ ബസ്സുകളായിക്കോട്ടെ, അരുവിത്തുറയിലെ സ്കൂൾ ബസ്സായിക്കോട്ടെ, ഇതെല്ലാ വണ്ടികളും ഇതുവഴി വരുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുകയും എന്നാൽ തൊട്ടടുത്തൊക്കെ നല്ല വീടുകളുള്ളതുമായ നല്ലൊരു മേഖല. നമുക്കിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വരാൻ അരമണിക്കൂർ താമസിച്ചാലും കുട്ടികൾ തന്നെയാണല്ലോ വീട്ടിൽ എന്നോർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നല്ല തൊട്ടടുത്തൊക്കെ നല്ല വീടുകളൊക്കെ തന്നെ അയൽപക്കത്തുള്ള നല്ലൊരു മേഖല. വെള്ളം കയറാത്ത മേഖല, കിണർ വെള്ളം ഒരിക്കലും പറ്റാത്ത മേഖലയിലാണ് ഈ വീട് വന്നിരിക്കുക. അപ്പോൾ നമ്മൾ കിടക്കാച്ചി വീട് നല്ലൊരു ഭംഗിയോടുകൂടി തന്നെയുള്ള ഈ വീട് സ്ഥലവും നമ്മളിവിടെ കണ്ടു. അപ്പോൾ ഈ വീട് സ്ഥലവും നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നേരിൽ കാണണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ. ഏത് സമയത്തും നിങ്ങൾക്ക് പ്രോപ്പർട്ടി കാണുവാനായിട്ട് വരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.